ഇന്ത്യയുടെ എയറോസ്പേസ് മേഖല ഒരു സുപ്രധാനമായ പുരോഗതി കൈവരിച്ചിരിക്കുകയാണ്. തദ്ദേശീയ ജെറ്റ് എഞ്ചിനുകളുടെ ദീർഘകാല വികസനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാവേരി എഞ്ചിൻ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അതായത് ഇൻഫ്ലൈറ്റ് ടെസ്റ്റിംഗിനായി കാവേരി എഞ്ചിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദീർഘകാലമായി നമ്മുടെ ഇന്ത്യ ആരംഭിച്ച ഒരു തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിക്കുക എന്ന അഭിലാഷ പദ്ധതിയാണ് കാവേരി എഞ്ചിൻ പദ്ധതി. 1980കളുടെ അവസാനം മുതൽ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗമായ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമ്മുടെ തേജസിന് വേണ്ടിയിട്ടാണ് ഈ കാവേരി എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഈ കാവേരി എഞ്ചിൻ പദ്ധതി വർഷങ്ങളായി നിരവധി വെല്ലുവിളികളാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. തേജസ് പ്രോഗ്രാമിന് അംഗീകാരം നൽകുന്നതിലേക്ക് നയിച്ച സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഈ ധാരാളം തടസ്സങ്ങൾക്കിടയിലും ഇന്ത്യയുടെ DRDO ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഖടക് സ്റ്റെൽത്ത് UCAV പ്രോഗ്രാം പോലെയുള്ള ആളില്ലാ ആകാശ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് എഞ്ചിന്റെ ഒരു ഡ്രൈ വേരിയന്റ് വികസിപ്പിക്കുന്നതിലേക്ക് വരെ ഇത് മാറ്റി. കാവേരി എഞ്ചിൻ വിപുലമായ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങിനും പരിഷ്കരണങ്ങൾക്കും വിധേയമായി ഏകദേശം 49 മുതൽ 51 kN വരെ ട്രൈ ത്രസ്റ്റ് കൈവരിക്കുകയും ചെയ്തു. ഇത് UAV ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാണ്. കൂടുതൽ ആവശ്യപ്പെടുന്ന ഫ്ലൈറ്റ് സാഹചര്യങ്ങൾക്കായി ഈ ത്രസ്റ്റ് 73 മുതൽ 75 kN ഉയർത്താൻ കഴിയുന്ന ഒരു ആഫ്റ്റർ ബേണർ സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഇപ്പോൾ നിലവിലുണ്ട്. റഷ്യയിൽ നടത്തിയ ഉയർന്ന ഉയരത്തിലുള്ള സിമുലേഷനുകളും ഇന്ത്യയിൽ വിപുലമായ ഗ്രൗണ്ട് ട്രയലുകളും ഉൾപ്പെടെ കർശനമായ പരിശോധനാ ഘട്ടങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇൻഫ്ലൈറ്റ് പരിശോധനയ്ക്കുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണങ്ങളുടെ ഒരു വിജയകരമായ പൂർത്തീകരണം നമുക്ക് സൂചിപ്പിക്കുന്നത് കാവേരി എഞ്ചിൻ പരിമിതമായ തോതിലുള്ളതാണ് എങ്കിലും വിമാനങ്ങളുടെ സംയോജനത്തിന് പര്യാപ്തമായ ഒരു മെച്യൂരിറ്റി ലെവൽ എത്തിയിരിക്കുന്നു എന്നതാണ്. ഇത് കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാവേരി എഞ്ചിൻ ഒരു ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡിൽ ഘടിപ്പിക്കുന്നതാണ്. അതായത് ഇതെന്ന് പറയുന്നത് വിവിധ ഫ്ലൈറ്റ് ഡൈനാമിക്സിനോട് എഞ്ചിൻ എത്ര നന്നായി പ്രതികരിക്കുന്നുണ്ട് എന്നും എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളുമായി സംയോജിപ്പിക്കുന്നുവെന്നും ഈ ഘട്ടം വിലയിരുത്തും. ഈ കാവേരി എഞ്ചിന്റെ വിജയം എന്ന് പറയുന്നത് കേവലം വികസന സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കാര്യമായ തന്ത്രപ്രധാനമായ പ്രാധാന്യവുമുണ്ട്. ഒരു തദ്ദേശീയ എഞ്ചിന്റെ വിജയകരമായ വിന്യാസം വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. ഇത് ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വാശ്രയത്തിനും അത്യന്താപേക്ഷിതമാണ്. കാവേരി പദ്ധതി അതിന്റെ ബഹിരാകാശ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനും സ്വതന്ത്രമായി വിപുലമായ സൈനിക ശേഷി വികസിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യ ഒരു അഭിലാഷ പദ്ധതിയാണ്. കാവേരി എഞ്ചിന്റെ ഇപ്പോഴത്തെ ഈ നേട്ടം ശ്രദ്ധേയമാണ് എങ്കിലും വെല്ലുവിളികൾ ഇനിയും അവശേഷിക്കുകയാണ്. കാവേരി എഞ്ചിൻ വിപുലീകൃത വിമാന പരിശോധനകളിൽ സഹിഷ്ണുത, കാര്യക്ഷമത, പൊരുത്തപ്പെടൽ എന്നിവയും പ്രകടമാക്കണം. നമ്മുടെ DRDOയും GTRയും എഞ്ചിൻ കൂടുതൽ വികസിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുകയാണ്. കാവേരി 2 എന്നറിയപ്പെടുന്ന ഒരു നവീകരിച്ച പതിപ്പിനായിട്ടാണ് ഇപ്പോൾ ഇവർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന നിലവിലെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുകയോ അതിലധികമോ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഫ്ലൈറ്റ് ടെസ്റ്റിങ്ങിനുള്ള കാവേരി എഞ്ചിന്റെ അംഗീകാരം ഇന്ത്യയുടെ എയറോസ്പേസ് കഴിവുകളിലെ സുപ്രധാന കുതിച്ചുചാട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് നൂതന ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്ക് രാജ്യം അടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.